ആലപ്പുഴയിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസിലേക്കാണ് പോകുന്നത്. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തെ കുഴക്കി പ്രതികൾ. കൊലപാതകം നടത്തിയത് താൻ എന്ന ഉറച്ച നിലപാടിലാണ് സൈനൽ അബ്ദീൻ ഉള്ളത്. എന്നാൽ തലയിണ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് ഭർത്താവല്ല താൻ എന്ന് അനീഷ പറയുന്നു. ബലപ്രയോഗത്തിനിടെ കഴുത്ത് ഞെരിച്ചുവെന്ന ആദ്യം അറസ്റ്റിലായ അബൂബക്കർ കൂടി മൊഴി നൽകിയതോടെ മരണം എങ്ങനെയെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനിടെ അബൂബക്കറിനെതിരായ നിർണായക മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വയോധിക കൊല്ലപ്പെട്ട കാര്യം പുറലോകം അറിയുന്നതിന് 2 മണിക്കൂർ മുൻപ് വിവരം മറ്റൊരാളോട് ഇയാൾ പങ്കുവച്ചു എന്നാണ് കണ്ടെത്തൽ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. നേരത്തെ ശരണ്യ പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ പോയതാണ്. ഇതിപ്പോ സ്വാഭാവികമായും ആദ്യം അബൂബക്കറിനെ സംശയിക്കുന്നു, അതിനുള്ള തെളിവുകൾ കണ്ടെത്തുന്നു. അതിനുശേഷമാണ് ഈ ഫോണുമായി ബന്ധപ്പെട്ട് ഈ ദമ്പതികൾ ഈ ചിത്രത്തിലേക്ക് വരുന്നതൊക്കെ. അപ്പോഴും അബൂബക്കർ പറയുന്നത് താൻ തന്നെയാണ് കൊന്നത് എന്നതാണ്. അതായത് ഇതിപ്പോ പോലീസ് പ്രതിയാക്കിയതാണ് എന്നൊക്കെ ആരോപണം കുടുംബം ഉന്നയിക്കുമ്പോഴും അബൂബക്കർ ഇങ്ങനെ അവകാശപ്പെടുമ്പോൾ ഇതിൽ എന്താണ് വസ്തുത, എന്താണ് ഈ നിർണായക തെളിവ് ഇപ്പോൾ പുറത്തു വരുന്നത്? ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ വിമർശനം എന്നുള്ള രീതിയിൽ പോലീസ് അബൂബക്കറിനെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനൊരു കാര്യം സമ്മതിപ്പിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും പോലീസിന്റെ കയ്യിൽ കൃത്യമായി അങ്ങനെ ഒരു കുറ്റം താൻ ചെയ്തിട്ടുണ്ടെന്ന് അബൂബക്കർ പറഞ്ഞിട്ടുള്ള ഒന്ന് ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ അയാൾ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. മറ്റൊന്ന് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബലാത്കാരം എന്നൊരു കാര്യം ഈ കേസിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീജ. അത് അന്ന് സംഭവിക്കുന്നതിനിടയിൽ ഇവർ കുഴഞ്ഞു വീഴുകയും ഒപ്പം തന്നെ ഇവർക്ക് വെള്ളം നൽകിയ ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയുമായിരുന്നു എന്നുള്ളതാണ് അബൂബക്കർ വ്യക്തമാക്കി ആദ്യം തന്നെ നൽകിയ മൊഴി. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് നിലവിൽ 302 ഇട്ട അബൂബക്കറിനെ പിന്നീട് അതിൽ നിന്ന് മാറ്റി ബലാത്കാരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാളുടെ മേൽ ചുമത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അതിനുശേഷം പിന്നീട് അബൂബക്കർ തോട്ടപ്പള്ളി പൊഴിയിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ ഫോൺ പിന്നീട് ഓൺ ആവുകയും ആ ഓണായ ഫോണിൽ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം വീണ്ടും അന്വേഷണം നടത്തി. കാരണം അവർക്ക് ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതായത് ഈ വീടിനകത്ത് മുളകുപൊടി വിതറിയിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഡൗട്ട്ഫുൾ ആയി തോന്നിയത് കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം വീണ്ടും ഈ ഫോൺ ഓണായതിനെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് അവർ പോകുന്നത്. അങ്ങനെയാണ് സൈനൽ അബ്ദീനും അനീഷയും ഈ കേസിൽ അറസ്റ്റിലാകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഈ കേസ് ട്വിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് അനീഷ പറയുന്നു താനാണ് കൊലപ്പെടുത്തിയത്, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇവർ വീടിനകത്തേക്ക് കയറുമ്പോൾ ഈ വയോധിക ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ തലയണ ഉപയോഗിച്ച് അവരുടെ മുഖം അമർത്തി ശ്വാസം മുട്ടിച്ച് അവരെ കൊലപ്പെടുത്തിയെന്നാണ് അനീഷയുടെ മൊഴി. എന്നാൽ തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ, അതായത് സൈനൽ അബ്ദീനിലേക്ക് വരുമ്പോൾ സൈനൽ അബ്ദീനും ഇതേ മൊഴിയിൽ തന്നെ ഒഴിച്ചു നിൽക്കുന്നു. അതായത് താനാണ് കൊലപ്പെടുത്തിയത്, താൻ തലയണ ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ വളരെ കൺഫ്യൂസിംഗ് ആയാണ് ഇപ്പോഴും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 പ്രതികളും അബൂബക്കർ ഒരുപക്ഷെ ഇനിയിപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റത്തിലേക്ക് വന്ന ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും മറുവാദങ്ങൾ ഉന്നയിച്ച് മാറുമായിരിക്കും. എങ്കിൽ പോലും അവിടെ ബലാത്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സ്ത്രീയുടെ ശരീരത്തിൽ കണ്ട തൈറോയ്ഡ് ഗ്ലാൻഡിനേറ്റ ഒരു പരുക്കാണ്. അത് ഈ അബൂബക്കർ ഈ ബലാത്കാരത്തിനിടയിൽ ഇവരുടെ കഴുത്തിൽ പിടിച്ചു എന്നുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പോലീസിന് അയാൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് ഇയാൾ പ്രതികരിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കയറി വന്ന ആളുകൾ ഇവരെ കൊലപ്പെടുത്താൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചൊരു പ്രതിരോധം ഉണ്ടായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈവൻ അവര് മരിച്ചത് പോലും എങ്ങനെയാണ്, ശ്വാസം മുട്ടിയാണ് എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം നിഗമനത്തിലേക്ക് പോലും എത്തുന്നില്ല. ആകെയുള്ള തെളിവെന്ന് പറയുന്നത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് എത്തുള്ള പരിക്ക് മാത്രമാണ്. അപ്പോൾ ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ് ഈ കേസ്. അതിനകത്ത് അത് മാത്രമല്ല, അബൂബക്കർ ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിച്ചതിനപ്പുറത്തേക്ക് അയാൾ തോട്ടപ്പള്ളിയിലുള്ള ഒരു വീട്ടിൽ ഈ കൊലപാതകം നടന്ന രാത്രി പിറ്റേ ദിവസം ഉച്ചയോടെ ഇയാൾ എത്തി തോട്ടപ്പള്ളിയിലുള്ള ഒരു വീട്ടിൽ ഇവർ ഈ വയോധികയെ ആരോ കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യം അയാൾ വ്യക്തമായി അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2:30 മണിക്കാണ് ഇത് പറയുന്നത്. 4:30 മണിയോടെയാണ് ഇത് പുറം ലോകം ഈ സംഭവം അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 4:30 മണിക്ക് അബൂബക്കർ അവിടെ ഒരു നോട്ടീസ് കൊടുക്കാനായി, അതായത് പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് കൊടുക്കാനായി അവിടെ എത്തി.
അപ്പോൾ ഇവരെ ഇങ്ങനെ കണ്ടു എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി മാത്രമാണ് പുറത്തേക്ക് എത്തിക്കുകയും അബൂബക്കർ തന്നെ പുറത്തേക്ക് എത്തിക്കുകയും നാട്ടുകാർ അറിയുകയും ചെയ്യുന്നത്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പെൻഷൻ കൊടുക്കാൻ അവിടെ ആ പേപ്പർ കൊടുക്കാൻ എവിടെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് 2.5 മണിക്ക് ഇവർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം പങ്കുവെക്കുന്നതടക്കമുള്ള നിർണായക മൊഴികൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിനെ ആകെ കുഴച്ചു മറിക്കുന്ന ഒരു കേസാണിത്. കാരണം രണ്ടാമത് കയറിയ ആളുകൾ സൈനുലാബ്ദിനും അനീഷയും കൊന്നു എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ അബൂബക്കർ കൊലപ്പെടുത്തിയെന്ന് അയാൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവരും അങ്ങനെ പറയുന്നു. ഇവർ പറയുന്നതിൽ ആരെങ്കിലും ഒരാൾ കൊലപ്പെടുത്തി എന്നുള്ളതല്ല, രണ്ടുപേരും ഒരേ രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള മൊഴി കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏതോ സിനിമയിൽ ഒരു സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇതിന് സമാനമായ രീതിയിൽ. അതായത് ഒരു പക്ഷെ അബൂബക്കർ ആദ്യം എത്തുകയും ഇവരെ ആക്രമിക്കുകയും ഇവർ കൊല്ലപ്പെട്ടെന്ന് കരുതി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം ഈ സൈനുലബ്ദീനും അനീഷയും എത്തുന്നു, കവർച്ചാ ശ്രമം നടത്തുന്നു. അതിനിടയിൽ മറ്റോ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും ആക്രമിക്കുന്നു. ഇങ്ങനെ ആയിരിക്കില്ലേ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക? ശ്രീജ, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ കൊല ചെയ്യപ്പെട്ടെന്ന് പറയുമ്പോൾ അത് ശ്വാസം മുട്ടിയാണ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഒരു നിഗമനത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇവരെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയെന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടില്ല. ഒന്ന്, ഇവര് ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ആ മരണപ്പെട്ട കിടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഹേലർ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവരെ കട്ടിലിൽ തുണി ഉപയോഗിച്ച് പുതപ്പിച്ച രീതിയിലാണ്, അവരുടെ ശരീരം തലവഴി ഉൾപ്പെടെ മൂടിയിട്ട രീതിയിലാണ് അവര് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ പറയുന്ന രീതിയിൽ ആണെങ്കിൽ ഈ ആരോഗ്യസ്ഥിതി മോശമായ ഇവരിലേക്ക് ബലാത്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിനുശേഷം മറ്റവർ എത്തുന്നു. ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ആരോഗ്യപരമായി ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇത് പിടിച്ചത് ഒരു പുലിവാല് പോലത്തെ ഒരു അവസ്ഥയായി. കാരണം അബൂബക്കർ ഇത് കൺഫ്യസ് ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ 26 മിനിറ്റുള്ള കോള് ഈ സംഭവം നടന്നു എന്ന് അബൂബക്കർ പറയുന്ന സമയത്തിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ഒരു ആർഗ്യുമെന്റ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള. ബാക്കിയുള്ള കോളുകളെല്ലാം 7 മിനിറ്റൊക്കെയാണ്. ഇവർ തമ്മിൽ നിരന്തര ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. പക്ഷേ ഒരു റെസിസ്റ്റൻസ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 26 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു കോള് ഈ വീടിനകത്തേക്ക് അബൂബക്കർ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അബൂബക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾക്ക് ചില സംശയങ്ങൾ ഇവരുടെ ബന്ധത്തിന്മേൽ ഉണ്ടായിരുന്നു എന്നും ആ ഒരു സംശയത്തിന്റെ പ്രകോപനം അയാളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറി എന്ന് പറയുന്നത് അബൂബക്കർ തന്നെയാണ് എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ മറ്റ് ആളുകൾ കയറി ചെല്ലുന്ന സമയത്ത് ഇവർക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും ഈ കേസിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയാത്ത, ഈ കൊലപാതകം എന്ന് പോലും സ്ഥിരീകരിച്ച് പറയാൻ കഴിയാത്ത ഒരു സ്റ്റേജ് ഈ കേസിൽ ഫോറൻസിക്കുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ കൺഫ്യൂസിംഗ് ആണ്. അതിനിടയിൽ ഇവര് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ മോഷ്ടിക്കാൻ വേണ്ടി കയറി എന്ന് പറയുന്ന അനീഷയും ഒപ്പം തന്നെ സൈനുലാബ്ദിനും അവിടെ നിന്ന് മുഴുവൻ സാധനങ്ങളും മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൈസയോ അല്ലെങ്കിൽ മറ്റു സ്വർണ്ണാഭരണങ്ങളോ ഇവരുടെ ശരീരത്തിലൂടെ ഒരു കാലമാരിയിരുന്നൊരു കമ്മലെടുത്തല്ലാതെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വള പോലും ഊരിയിട്ടില്ല. അപ്പോൾ ഈ വള ഊരാൻ ശ്രമിക്കുന്ന സമയത്ത് കൈ ചുരുട്ടി പിടിച്ചതിനാൽ അത് ഊരാൻ കഴിഞ്ഞില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അവരുടെ കൈ സ്റ്റിഫായിരുന്നോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ, മരണപ്പെട്ട് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണോ ഇത് കയറിയതെന്നുൾപ്പെടെയുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. എന്തായാലും ഇതിൽ പോലീസിനെ പഴിക്കാൻ വരുന്നതിനുമൊക്കെ മുമ്പ് ഇതിനകത്തൊരു കൃത്യമായ സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഒരുപക്ഷെ അബൂബക്കർ ഒരു കൃത്യമായ ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് പോലീസിന് മുന്നിലേക്ക് നടത്തുകയും അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഫ്രെയിം ചെയ്ത് കേസ് കൊണ്ടുപോകാൻ. കാരണം അയാളുടെ ധാരണ മുഴുവൻ അയാളുമായിട്ടുള്ള ഈ ബലാത്കാരത്തിനിടയിൽ കുഴഞ്ഞു വീണവർ മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അവരെ കട്ടിലിൽ കിടത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തിട്ടുണ്ട്. തുണിയിട്ട് ശരീരം മൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇതിൽ നിന്ന് കുറച്ചുകൂടി നിർണായകമായ ഒരു ഇതിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. അതായത് പോലീസിന് തന്നെ വിനയാകുമെന്ന് അറിഞ്ഞിട്ടും ആ മൊബൈൽ ഫോൺ ഓണായ സംഭവത്തെ കേന്ദ്രീകരിച്ച് വീണ്ടും പോലീസ് അന്വേഷണം നടത്തിയെന്നുള്ളതാണ്. അപ്പോഴും ഇതിലൊരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കേസ് തന്നെയാണ്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഒരു പക്ഷേ ഈ മരണകാരണത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമായിരിക്കും. തൽക്കാലം ഇത് വളരെ വളരെ സങ്കീർണമാണ്. ഒരാളെ കൊന്നു എന്ന് അവകാശപ്പെട്ട് 3 പേർ രംഗത്തെത്തുന്ന അപൂർവമായൊരു സംഭവമായി ഈ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ മരണം മാറുകയാണ്. ഇടവേളയ്ക്ക് ശേഷം